ശബരിമല മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം ആരംഭിക്കാൻ ഈ 3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പമ്പയിലും ശബരിമല സന്നിധാനത്തും നിലയ്ക്കലിലും ഒരുക്കങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. എ.ബി. ജയശങ്കർ പമ്പയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. പതിവിൽ എല്ലാ സീസൺ കാലഘട്ടത്തിലുമുള്ള ഒരു ഒരുക്കങ്ങൾ പമ്പയിലും നിലയ്ക്കലും ഇതുവരെ നമുക്ക് കാണാനായിട്ടില്ല. ഈ വർഷം ഒരു മന്ത്രിതല അവലോകന യോഗം പോലും പമ്പയിൽ കൂടിയിട്ടില്ല. പണികളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലാണ്. നമ്മൾ പമ്പയിലേക്ക് വരുന്ന സമയത്ത് പഴയ രാമമൂർത്തി മണ്ഡപത്തിൻ്റെ ഭാഗത്ത് ഭക്തർക്ക് വിരിവെക്കുന്നതിന് വേണ്ടി ഒരു ജർമ്മൻ ഷെഡ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ജർമ്മൻ പന്തലിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ്. 16-ാം തീയതി ആകുമ്പോഴേക്കും ഇതിൻ്റെ പണി പൂർത്തിയാകുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഒപ്പം തന്നെ പമ്പയിലെ വിവിധ ഇടങ്ങളിലെ മരാമത്ത് പണികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പലയിടങ്ങളിലും എംസാൻഡും സിമൻറ്റും ഒക്കെ ഈ ഭക്തർ പോകേണ്ട പാതകളിൽ കിടക്കുന്ന ഒരു സാഹചര്യം പമ്പയിൽ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഒപ്പം തന്നെ ഭക്തർക്ക് വേണ്ടിയുള്ള ബയോ ടോയ്ലറ്റ് സംവിധാനം പമ്പയിൽ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. അതും ദേവസ്വം ബോർഡ് പറയുന്നത് 16-ാം തീയതി ആകുമ്പോഴേക്കും ഈ ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കും. അതിന് വലിയ സമയം വേണ്ടല്ലോ എന്നാണ് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നൽകുന്ന മറുപടി. ഒപ്പം തന്നെ ഈ റോഡിൻ്റെയും മറ്റും പണികൾ ഈ രാഷ്ട്രപതിയുടെയും ഒപ്പം തന്നെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട VIP-കൾ എത്തിയ ഘട്ടത്തിൽ അത് കൃത്യമായി പൂർത്തീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന ഘട്ട മിനുക്ക് പണികൾ മാത്രമാണ് ഈ റോഡിൻ്റെ കാര്യത്തിലുള്ളത്. ഒപ്പം ഈ കാനന പാതയിലുള്ള മരങ്ങളും മറ്റും ഇതിനോടകം തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മുറിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഒരുക്കങ്ങൾ മന്ദഗതിയിലാണ്, ഒച്ചൊഴിയുന്ന വേഗതയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നതും ഒപ്പം തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള വിവാദങ്ങളും ഈ തീർത്ഥാടന പൂർവ്വ ഒരുക്കങ്ങളെ ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ എസ്.കെ.എൻ. ഒപ്പം തന്നെ നിലയ്ക്കലിലും സമാനമാണ് സ്ഥിതി. നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയൊക്കെ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തുവെങ്കിൽ പോലും മറ്റു തലത്തിൽ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് പമ്പയിൽ 80% ഒരുക്കങ്ങൾ പൂർത്തിയായി. പക്ഷേ നിലയ്ക്കലിൻ്റെ കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരമില്ല. നിലയ്ക്കലിൽ ഇനിയും വളരെയധികം അടിസ്ഥാന സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ ഭക്തർക്ക് വേണ്ടി ഒരുക്കാനുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം എസ്.കെ.എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.